ഛേ, എന്താ എന്റെ കല്ലുവേ, ഇന്നലെ നീ പറഞ്ഞു അശ്വിനും സ്നേഹം തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന്. ഇപ്പൊ ദേ നീ പറയണു അത് ആലോചിക്കണ്ടെന്ന്. നിനക്കെന്താണ് വട്ടാണോ? അറിയില്ല രഘുവേട്ടാ, എനിക്ക് രണ്ട് മനസ്സാണ്. അവര് രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴേ ഈ ദേവി ദേവന്മാരെ പോലെ തന്നെ തോന്നിക്കും, നമ്മുടെ ജയറാമും പാർവതിയും പോലെ. ഏ, എന്തുട്ട്? അയ്യോ സോറി, ശ്രീരാമനും പാർവതിയും പോലെ. ഏ, അതുമല്ല അല്ലേ? ശിവനും പാർവതിയും എന്നാണോ നീ ഉദ്ദേശിക്കണത്? ആ, കറക്റ്റ്, രഘുവേട്ടന് ബുദ്ധിയുണ്ട്, അതന്നെ. അങ്ങനെ തോന്നണുണ്ടെങ്കിൽ പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? ഈ ബന്ധുത്വം പറഞ്ഞോണ്ട് അപർണ എങ്ങനെ നമ്മുടെ വീട്ടിൽ കയറി വരാൻ തുടങ്ങുവോ? വന്നാൽ എന്താണ് പേടി? നമ്മളെ തമ്മിൽ ഏഷണി പറഞ്ഞ് പിരിക്കുന്നാണോ? അതിന് നമ്മൾ നിന്നൊടുക്കാതിരുന്നാ പോരെ? അത് നമ്മൾ തമ്മിലല്ലേ, വേറെ ബന്ധുക്കളെ നമ്മളെയും കൂടെ അകറ്റിയാലോ? അതിന് കഴിയൂലോ. ഓ, അല്ലെങ്കിൽ ഇപ്പൊ ബന്ധുക്കളായിട്ട് ഭയങ്കര അടുപ്പല്ലേ നമുക്ക്? അത് രവീനയുടെ ഹസ്ബൻഡിന് വേണ്ടി ജാമ്യം നിൽക്കാൻ പോയിട്ടല്ലേ, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും പിണങ്ങുമായിരുന്നോ? അതടിയെ, എന്റെ പെങ്ങളല്ലേ, അവക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ. അതിന് അച്ഛനും അമ്മയും പിണങ്ങണത് എന്തിനാണ്? അത് പിന്നെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ എന്റെ പേരിൽ എഴുതി തന്നെ. അത് വിൽക്കുമ്പോ അവർക്ക് ദേഷ്യം വരാണ്ടിരിക്കുവോ? രഘുവേട്ടന്റെ സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ടല്ലേ ആ പൈസ രഘുവേട്ടൻ ചെലവാക്കിയത്, അല്ലാതെ നമ്മൾ എടുത്തതൊന്നും അല്ലല്ലോ. അച്ഛനമ്മയും പറഞ്ഞതാണ് അവന് ജാമ്യം നിൽക്കരുതെന്ന്. പക്ഷെ അത്ര സോപ്പിട്ട് താണുകയാണ് പറഞ്ഞപ്പോ ഞാൻ കേട്ടുപോയി. അതിന്റെ കാരണം കൊണ്ടല്ലേ എനിക്ക് വസ്തു വിൽക്കേണ്ടി വന്നത്. അല്ല, വിഷയത്തിൽ നിന്ന് മാറി നമ്മുടെ വിഷയം ഇപ്പോ അശ്വിനും സ്നേഹയാണ്. ഷോ, വല്ല വിധേനയും കല്യാണക്കാരി ഒരു കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ട് വന്നപ്പോ ഇവള് പിന്നെയും തുടങ്ങിയിരിക്കുകയാണ്. എന്താവുന്ന് കാത്തിരുന്ന് കാണാം.